വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്റ്റോറീസ് ഓഫ് ചിക്കൂസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മളൊരു സംഭവം ഉണ്ടാക്കാൻ പോവാണ്. മോമോസാണ്. ഒരു എല്ലാവർക്കും അറിയായിരിക്കും മോമോസ്. അപ്പോൾ നമ്മൾ മോമോസ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു മോമോസ് വീഡിയോ ആയിരിക്കും. നമുക്ക് നേരെ വീഡിയോ എടുത്ത് പോവാം. അപ്പോൾ നമ്മൾ മോമോസിന് വേണ്ടി ആദ്യം കുറച്ച് സബോളയാണ് നമ്മൾ ചേർക്കേണ്ടത്. അപ്പോൾ സബോള നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത് നമ്മൾ ക്യാരറ്റാണ് അരിയാൻ പോകുന്നത്. ഇപ്പോൾ ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. നമ്മളിങ്ങനെ ഈ രൂപത്തിൽ ചെറുതായിട്ട് അരിയാണ്. നമ്മളിപ്പോൾ ചിക്കൻ മോമോസ് അല്ല ഉണ്ടാക്കാനും പോകുന്നത്. വെജിറ്റബിൾ മോമോസാണ്. ചിക്കൻ മോമോസുള്ള ഐറ്റംസ് ചിക്കൻ ഇവിടെ ഇല്ല. എന്നാൽ ചിക്കൻ മോമോസ് ഉണ്ടാക്കുക ഒരു ദിവസം. അപ്പോൾ ഇപ്പോൾ വെജിറ്റബിൾ മോമോസാണ്. ഇനി അടുത്ത് നമ്മൾ തക്കാളിയാണ് എടുത്തേക്കുന്നത്. ഇപ്പോൾ ഒരു തക്കാളിയാണ് എടുത്തേക്കുന്നത്. 2 തക്കാളി ശരിക്കും എടുക്കേണ്ടത്. നമുക്കിപ്പോൾ ഒരു തക്കാളിയാണ് നമുക്കുള്ളത്. അപ്പോൾ തക്കാളി ചെറുതായി ഇതുപോലെ ഈ രൂപത്തിലാക്കുക. ചെറിയ കഷ്ണം ഇഞ്ചിയാണ് ഞാൻ അടുത്ത് വേണ്ടത്. ഇഞ്ചി ഇങ്ങനെ ചെറുതായി കുനുകുനാന്ന് അരിയുക. ഇപ്പം നമ്മൾ ഒരു കഷ്ണത്തിൻ്റെ പകുതിയുടെ ഇത്ര എടുത്തിട്ടുള്ള. അപ്പം നമ്മൾ ആ ഇഞ്ചി ചതച്ചിട്ടുണ്ട് കേട്ടോ. അമ്മിക്കല്ലിൽ ചതച്ചിട്ടുണ്ട്. അപ്പോൾ ഈ രൂപത്തിലായി നമുക്ക് പണികൾ തുടങ്ങാം. ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ഉണ്ട്. പച്ചമുളകാണ് ഞാൻ അടുത്ത് നമ്മൾ ചേർക്കാൻ പോണത്. അപ്പോൾ നമ്മൾ അടപ്പത്ത് ചീഞ്ചട്ടി ഓൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചു. അതിൽ കുറച്ച് ജീരകം ഇട്ട് ഒഴിച്ചു കേട്ടോ. നമ്മൾ കുറച്ച് ജീരകം ഇട്ടു. ജീരകം പക്ഷേ ഞാൻ പറയണില്ലായിരുന്നു അധികം ഉണ്ട് ജീരകം. കാരണം ജീരകം ഇട്ടൊരു ടേസ്റ്റ് ചായ കൂടും. പിന്നെ കുറച്ച് നമ്മൾ അതിനകത്ത് ഇഞ്ചി ചതച്ച് ചേർക്കുക. നമ്മൾ പച്ചമുളക് നന്നാക്കിയിട്ട് ചേർക്കുക. സബോള ചേർക്കുക നന്നാക്കി വെച്ചത്. ക്യാരറ്റ് ചേർക്കുക. തക്കാളി ചേർക്കുക. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക കേട്ടോ. നിർത്താണ്ട് ഇളക്കി കൊടുക്കുക. അടി പിടിക്കും. അപ്പോൾ സ്ലോയിൽ ഇട്ടിട്ട് വേണം ചെയ്യണമെങ്കിൽ. കുറച്ച് ക്യാബേജ് ചേർക്കുക. ക്യാബേജ് ഇവിടെ ഉണ്ടായിരുന്നു, എടുക്കാൻ മറന്നാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ക്യാബേജ് ചേർക്കുക. ക്യാബേജ് നല്ലതാണ് മോമോസിൽ പ്രത്യേകിച്ച്. നമ്മുടെ ഫ്ലേവറിന് വേണ്ടി കുറച്ച് കുരുമുളക് ചേർക്കുക. കുരുമുളക് പൊടി കേട്ടോ. നന്നായി ഇളക്കി കൊടുക്കുക. അപ്പോൾ മസാലയുടെ ഒക്കെ സ്മെല്ലിങ്ങോട്ട് മൂക്കിലേക്ക് അടിച്ചു തരുന്നുണ്ട്. ഒരു സ്പൂൺ മുളക് പൊടിയാണ് ചേർക്കേണ്ടത്. നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾ ചേർക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. 1 ടീസ്പൂൺ ഗരം മസാല ചേർക്കുക. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഒരു ചെറിയ മസാല കുറുക്കി പരിയാവണ വരെ. അപ്പോൾ ടൊമാറ്റോ സോസ് കഴിഞ്ഞു. എന്നാലും കുറച്ച് ബാക്കി ഇരിക്കുന്ന തുള്ളി ഉണ്ടോ നമ്മൾ ചെക്ക് ചെയ്യാണ്. അപ്പോൾ ടൊമാറ്റോ സോസ് നല്ലതാണ് കേട്ടോ. നല്ല സാധനം ടൊമാറ്റോ സോസ്. കുറച്ച് മധുരം ഫ്ലേവറൊക്കെ കൂടും. കുറച്ചുണ്ട് തോന്നുന്നുണ്ട്. നമ്മളിപ്പോൾ അപ്പോൾ ടൊമാറ്റോ സോസും ചേർക്കരുതില്ല. അപ്പോൾ നമ്മളപ്പോൾ വെജിറ്റബിൾ അല്ല എഗ്ഗ് ഇടാൻ തീരുമാനിച്ചിട്ടോ. ഒരു എഗ്ഗാണ് നമ്മളിപ്പോൾ ഇടുന്നത് കേട്ടോ. അപ്പോൾ എഗ് മോമോസ് ഇതിട്ട് ഉണ്ടാക്കിയിട്ടില്ല. ഞങ്ങൾ ഇത് മൊത്തമായിട്ട് ഒട്ടിപ്പിടിക്കുന്ന സംശയം. ഇപ്പോൾ ഒരു എഗ്ഗ് എന്നിട്ട് പരീക്ഷിച്ചൊക്കെ ഉണ്ട്. ഒരു മുട്ട ഇട്ടിട്ട്. അപ്പോൾ മുട്ട ഇട്ടിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് മുട്ടയുടെ ഉള്ളിൽ മേളിൽ. അതുകൊണ്ട് എന്നിട്ട് നന്നായി നേരത്തെ പോലെ ഇളക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ മുട്ട മസാലയുടെ ഉള്ളിലൊക്കെ മൊത്തം പിടിച്ചിട്ടുണ്ട് കേട്ടോ. കണ്ട മൊത്തമായിട്ട് മുട്ട മസാലയുടെ ഉള്ളിൽ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കുഴപ്പമില്ല, കറക്റ്റായിട്ട്. പക്ഷെ കൂടുതൽ മുട്ട ഇടുമ്പോൾ മൊത്തം ഒട്ടി പിടിക്കും തോന്നുന്നുണ്ട്. അപ്പോൾ ഇത് കുഴപ്പമില്ല. കറക്റ്റ് ഉപ്പും മസാലയൊക്കെ കറക്റ്റ് ഉണ്ട്. ഒരു പ്ലേറ്റ് എടുത്തിട്ട് നമ്മളിപ്പോൾ ഒരു 1/2 കിലോ മൈദയാണ് നമ്മൾ എടുത്തേക്കുന്നത്. ശരിക്കും 1 കിലോ വാങ്ങിച്ചു. നമ്മളിപ്പോൾ 1/2 കിലോ നമ്മൾ കേക്കിന് വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബാക്കി 1/2 കിലോയാണ് ഇതിനെടുത്തത് മോമോസിന് കേട്ടോ. അപ്പോൾ 1/2 കിലോ മൈദയാണ് എടുത്തേക്കുന്നത്. കറക്റ്റ് 1 സ്പൂൺ ഉപ്പ് ചേർക്കുക. അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. സൺഫ്ലവർ ഓയിലായിരിക്കും നല്ലത്, കാരണം മോമോസിനൊക്കെ. അപ്പോൾ സൺഫ്ലവർ ഓയിൽ ഇത്ര ഒഴിച്ച് കൊടുക്കുക. അളവ് എനിക്ക് അറിയില്ല, വീഡിയോയിൽ കണ്ടപ്പോൾ ഒഴിച്ച് കൊടുക്കുക. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, അധികമല്ല കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് ഇത് കുഴച്ച് ചപ്പാത്തി മാവ് പോലെ ആക്കിയെടുക്കുക. അപ്പോൾ നമ്മളങ്ങനെ കുഴച്ച് ഈ രൂപത്തിലായി ഇട്ടിട്ട് അധികം ലൂസാവാൻ പാടില്ല കേട്ടോ. ഈ കറക്റ്റ് ഈ കൺസിസ്റ്റൻസിയിലാവണം. അധികം ഡ്രൈ ആകാനും പാടില്ല, ലൂസാകാനും പാടില്ല, തീരെ ലൂസാകാനും പാടില്ല. അവർ പച്ചവെള്ളം പോലെ ഈ രൂപത്തിൽ തന്നെ ഇരിക്കണം കേട്ടോ. നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കില്ല അതുപോലെ.
അപ്പോൾ കുറച്ചുകൂടി ഓയിലൊക്കെ വെച്ചിട്ട് ഒന്നുകൂടിയും സ്പ്രെഡ് ആക്കിയിട്ട് ഒന്നുകൂടിയും കുഴച്ചിട്ടുണ്ട്. ഇപ്പോൾ കറക്റ്റ് ഒരു ബോൾ പോലെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ മോമോസിൻ്റെ ഷീറ്റ് ഉണ്ടാക്കാൻ പോകണം. അപ്പോൾ നമ്മൾ കുറച്ച് അരിപ്പൊടിയൊക്കെ ഇട്ട് ചപ്പാത്തി ഉണ്ടാക്കുന്ന പലകയിൽ വെതറിട്ടാണ് നമ്മൾ ഇവിടെ വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ മേളിൽ ആ മാവ് കുഴച്ചത് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത് കേട്ടോ. ഈ അരിപ്പൊടി വെച്ചത് മൊത്തം പരത്തുക, നമ്മുടെ മാവ് വെച്ച് കൊടുക്കുക, എന്നിട്ട് കറക്റ്റ് ഒരു റൗണ്ട് ഷേപ്പ് ആക്കി എടുക്കുക. എന്നിട്ട് അതിൻ്റെ മേളിൽ കുറച്ച് അരിപ്പൊടി വിതറി അതിൻ്റെ മേളിൽ ഇങ്ങനെ സ്പ്രെഡാക്കി മൊത്തം ഇങ്ങനെ പരത്തി കൊടുക്കുക. എന്നിട്ട് ചപ്പാത്തിയുടെ പലക വെച്ചിട്ട് ചപ്പാത്തി പലക വെച്ചിട്ട് കറക്റ്റ് ഒരു ഈ ഷേപ്പ് ആക്കുക. നമ്മൾ ചപ്പാത്തി ചെയ്യണ പോലെ ഇങ്ങനെ കറക്റ്റ് നേരെ ആക്കിയിട്ട് മോമോസിൻ്റെ ഷേപ്പ് ആക്കി എടുക്കുക. മൈദയായ കാരണം അധികം ഒട്ടി പിടിക്കണമൊന്നുമില്ല, കറക്റ്റ് നിൽക്കുന്നുണ്ട്, റബ്ബർ പോലെ വലിഞ്ഞ് വരുന്നുണ്ട്. ഇനി നമ്മൾ കറക്റ്റ് ഗ്ലാസിൻ്റെ ഷേപ്പിൽ ഇതുപോലത്തെ നിങ്ങൾ സ്റ്റീൽ ഗ്ലാസ് ഒക്കെ നല്ലതാവും. ഈ ഗ്ലാസിൻ്റെ ഷേപ്പിൽ കറക്റ്റ് റൗണ്ട് ഷേപ്പ് കിട്ടില്ല മോമോസിൻ്റെ. അതുകൊണ്ട് ഇത് വെച്ചിട്ട് കറക്റ്റ് മാവിൻ്റെ അവിടെയൊക്കെ മൊത്തം ഇങ്ങനെ റൗണ്ട് ഷേപ്പ് ആയിട്ട് അമർത്തി ആക്കുകയാണ് കേട്ടോ. അപ്പൊ നമുക്കിപ്പോൾ 3 ഷീറ്റാണ് കിട്ടിയിട്ടുണ്ട് മോമോസിൻ്റെ. കറക്റ്റ് 3-4 ഷീറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ബാക്കിയുടെ കുഴച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതുപോലെ ഒക്കെ ചെയ്യണം. അപ്പോൾ നമ്മൾ മോമോസിൻ്റെ ഷീറ്റൊക്കെ പറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ മോമോസിൻ്റെ ഷീറ്റോട്ട് ഈ മുട്ടയുടെ അകത്ത് വെച്ച മിക്സ്, നമ്മുടെ മസാല മിക്സ് ഇതിൻ്റെ ഉള്ളിൽ ചേർത്താണ്. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത് മോമോസിൻ്റെ കറക്റ്റ് രീതിയാണ് നമ്മൾ നോക്കണം. ഷേപ്പ് കറക്റ്റ് ആക്കണം. ഇങ്ങനെ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്താൽ നിങ്ങൾക്കും കറക്റ്റ് പെർഫെക്റ്റ് മോമോസിനെ ഉണ്ടാക്കാൻ പറ്റും. ആ സൈഡും ഈ സൈഡും നന്നായിട്ട് മടക്കി നന്നായിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ആദ്യത്തെ മോമോസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാതും ഇത്ര ഇരിക്കുന്നുണ്ട്. നമുക്ക് 10-15 ഉണ്ട്. അത് ഇതുപോലെ കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ബാക്കിയൊക്കെ കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാം. അപ്പോൾ രണ്ടാമത്തെ മോമോസ് ഇവിടെ വെച്ചിട്ടുണ്ട്. രണ്ടാമത്തെ മോമോസിൽ ചെറിയ ഷേപ്പ് ഇപ്പോൾ കുറച്ചുകൂടി ഇതിനേക്കാൾ നന്നായിട്ട് ആയിട്ടുണ്ട് കേട്ടോ. കുറച്ചുകൂടി മോമോസിൻ്റെ ഷേപ്പ് ആയിട്ടുണ്ട്. കുറച്ച് വലുപ്പമായാലും കുറച്ച് ഷേപ്പ് ആയിട്ടുണ്ട്. മോമോസിൻ്റെ കറക്റ്റ് ആയിട്ടുണ്ട് ഷേപ്പ്. അപ്പോൾ മൂന്നാമത്തെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ ഇതൊക്കെ ഈ ഇരിക്കുന്ന മോമോസൊക്കെ ഈ മസാല നമ്മൾ റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഈ ഒന്നാമത്തെ കൂട്ടുന്ന ഷേപ്പ് കുറച്ച് ഇത് കാണുമ്പോൾ കുറച്ച് ഇത് കറക്റ്റ് ഷേപ്പല്ല. മൂന്നാമത്തെ ഒരേ ഇതാണ് കറക്റ്റ് മോമോസിൻ്റെ ഷേപ്പ്. അപ്പോൾ ഇപ്പോൾ ആദ്യം ഉണ്ടാക്കുമ്പോൾ ഷേപ്പ് കുറച്ച് വ്യത്യാസമുണ്ട്. ബാക്കിയൊക്കെ ഒരേ ഷേപ്പ് തന്നെ ആവേണ്ട കറക്റ്റ് മോമോസിൻ്റെ. അപ്പോൾ ഇതുപോലെ ഒക്കെ ഉണ്ടാക്കിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇത് മോമോസിൻ്റെ ഷേപ്പ് തന്നെയാണ്. നമ്മളിപ്പോൾ കടയിലൊക്കെ വാങ്ങിക്കുമ്പോൾ ഇങ്ങനത്തെ ഷേപ്പ് കണ്ടാവും. ഇത് മോമോസിൻ്റെ ഷേപ്പ് തന്നെയാട്ടോ. വെളുത്തുള്ളിയുടെ പോലത്തെ ഷേപ്പൊക്കെ ഉണ്ട്. ഇത് മോമോസിൻ്റെ ഷേപ്പ് തന്നെയാണ് കേട്ടോ. ഇത് ഞങ്ങൾ ഉണ്ടാക്കി തന്നപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ. ഇതൊക്കെ ഒരേ മോമോസിൻ്റെ ഷേപ്പാണ് കേട്ടോ. അപ്പോൾ നമ്മളിനി മോമോസ് സ്റ്റീം ചെയ്യാനാണ് പോകുന്നത്. അവിടെ നൂലപ്പത്തിൻ്റെ പാത്രം എടുത്ത് നമ്മളിന്ന് കേക്ക് ഇതിലാണ് വെച്ചത്. അപ്പോൾ നമ്മൾ നൂലപ്പത്തിൻ്റെ ഈ തട്ടിലാണ് മോമോസിൻ്റെ ഇത് വെക്കേണ്ടത്. നമ്മള് മിക്സൊക്കെ നമ്മുടെ മാവൊക്കെ കറക്റ്റ് മോമോസിന്റെ കുഴച്ച് വെച്ചതൊക്കെ വെക്കേണ്ടത് കേട്ടോ. അപ്പൊ നമ്മുടെ മോമോസൊക്കെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് സ്റ്റീം ആക്കണം. ഈ തട്ടിൽ നമ്മൾ ഒട്ടാണ്ടിരിക്കാൻ വേണ്ടി കുറച്ച് ഈ റൗണ്ട് ഷേപ്പിൽ എല്ലാത്തിലും അപ്പുറത്തും ഇപ്പുറത്തൊക്കെ എല്ലാ ഇതിലും എണ്ണ പറ്റണം, സൺഫ്ലവർ ഓയിൽ പറ്റണം, കാരണം ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാനാണ് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാ മോമോസ് ഇതിൽ നമ്മളെ നൂലപ്പത്തിൻ്റെ ഇതിൽ വെക്കുകയാണ്. അപ്പോൾ ഒരെണ്ണത്തിൽ ഒരു തട്ടിൽ 2 എണ്ണം വെച്ചാലാണ് കറക്റ്റ് തികയുള്ളൂ. അപ്പോൾ ഒരെണ്ണത്തിൽ 2 എണ്ണം വെച്ചിട്ടാണ് വെക്കേണ്ടത് മോമോസ്. അപ്പോൾ അത് കഴിഞ്ഞു, ഇതിൽ ഫുള്ളായി. അപ്പോൾ നമ്മൾ അടുത്ത തട്ടിൽ ഇത് കറക്റ്റ് ആവാൻ തോന്നുന്നുണ്ട്. ഈ മോമോസൊക്കെ കറക്റ്റ് ആവാൻ തോന്നുന്നുണ്ട്. അപ്പോൾ കറക്റ്റ് പാത്രം ഫുള്ളായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് സ്റ്റീം ചെയ്യാൻ വെക്കാം. പിന്നെ ഇത് കറക്റ്റ് 5 മിനിറ്റ് ഫുൾ സ്പീഡിൽ വെക്കുക. എന്നിട്ട് 15 മിനിറ്റ് ലോ സ്പീഡിലാണ് വെക്കേണ്ടത് കേട്ടോ. 5 മിനിറ്റ് ഫുൾ സ്പീഡിലും 15 മിനിറ്റ് ലോ സ്പീഡിലാണ് വെക്കേണ്ടത്. അപ്പോൾ നമുക്ക് അത് കഴിഞ്ഞിട്ട് കാണാം. കറക്റ്റ് 15 മിനിറ്റ് ആയി. നമ്മുടെ മോമോസൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ പുക പോകാണ്ടി കുറച്ച് നേരം തുറന്നു വെക്കുക. അതാണ് മോമോസൊക്കെ റെഡി ആയിട്ടുണ്ട്. മസാലയും ഒക്കെ കറക്റ്റ് സ്റ്റീമിൻ്റെ പരിപാടി തന്നെയാണ് തോന്നുന്നു. കണ്ടിട്ട് വീഡിയോയിലൊക്കെ കാണാറുണ്ട്. അപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്, മസാലയുടെ മണമൊക്കെ കിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മോമോസ് റെഡി ആയിട്ടുണ്ട്. എഗ് മോമോസാണ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ കറക്റ്റ് ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. 15 മിനിറ്റ് അല്ല, 15 എണ്ണം ഉണ്ട് മോമോസ്. 15-20 എണ്ണം ഉണ്ട്.
അപ്പോൾ മോമോസിന് ചട്നി ഉണ്ടാക്കിയിട്ടില്ല. അവിടെ ചട്നി നമ്മൾ ഉണ്ടാക്കണില്ല. അപ്പോൾ നിങ്ങൾ ചട്നി ഉണ്ട് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. ചട്നിക്കുള്ള ഐറ്റംസ് ഇവിടെ ഇല്ല. അപ്പോൾ നമ്മൾ മോമോസ് കഴിച്ചിട്ട് ബാക്കി അഭിപ്രായം പറയാം. കാണുമ്പോൾ തന്നെ ഭംഗിയുണ്ട്. നമ്മളിപ്പോൾ മുകളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ മോമോസ് റെഡി ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാൻ ഊഞ്ഞാലാടി കഴിക്കുന്ന നല്ല രസമുണ്ട് കേട്ടോ ഇവിടുത്തെ മുകളിലത്തെ ഊഞ്ഞാല്. അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്ത അഭിപ്രായം പറയാം. സത്യസന്ധമായിട്ടാണ് അഭിപ്രായം പറയുന്നത്. കറക്റ്റ് ഇതിൻ്റെ ഉള്ളിൽ നല്ല മുട്ടയുടെ മസാല കറക്റ്റ് പിടിച്ചിട്ടുണ്ട്. പിന്നെ സബോളയും വരട്ടിയിട്ടുള്ള സബോളയും പിന്നെ വഴറ്റി വന്ന സബോളയും പിന്നെ തക്കാളിയും കേബേജിൻ്റെ കുറേ ചായ വന്നിട്ട് മുട്ടയുടെ പ്രത്യേകിച്ചൊരു ടേസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പം സൂപ്പർ. കാബേജിൻ്റെ കുറച്ച് കട്ടിയായിട്ടിരിക്കുന്നുണ്ട്. അപ്പം നമ്മൾ കുറച്ച് കടിക്കാനുള്ള പീസ് ഉണ്ട് കാബേജിലൊക്കെ. അപ്പം പച്ചമുളക് കുറച്ച് വന്നിട്ടുണ്ട്. പക്ഷെ അധികം നമ്മൾ ചേർത്തിട്ട് കാരണം ഒരു രുചി ഉണ്ടാവില്ല മൊത്തം പച്ചമുളകാകുമ്പോൾ. അപ്പം മോമോസ് നമ്മുടെ വെജിറ്റേറിയനാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. വെജ് പക്ഷേ എഗ്ഗായി പോയി. എഗ്ഗ് ചേർത്ത് ശരിയായി പോയി. കുറച്ച് ടേസ്റ്റ് ഉണ്ട്. നമ്മൾ വിചാരിച്ച പോലെ അടിപൊളി ടേസ്റ്റ് ഉണ്ട് മോമോസ് കിട്ടും. അപ്പോൾ നമ്മൾ എന്തായാലും ട്രൈ ചെയ്യണം. അപ്പോൾ ഇത്രയ്ക്കുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ മറക്കരുത്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ഒക്കെ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോഴത്തെ എല്ലാവർക്കും ബൈ ബൈ.